നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് പരാമർശിക്കുന്നത്. അതീവ പ്രക്ഷുബ്ധവും നാടകീയവുമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് ബംഗ്ലാദേശ് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം വഹിച്ചത്. നമ്മൾ മുമ്പ് അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ ഒരു പതിപ്പിൽ ബംഗ്ലാദേശിലെ സംവരണത്തിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് സംസാരിച്ചതാണ്. ബംഗ്ലാദേശ് സിവിൽ സർവീസിൽ 30% സംവരണം 1971 വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്കും അവരുടെ മക്കൾക്കുമായിട്ട് നീക്കിവെച്ച സംവരണ പ്രക്രിയയായിരുന്നു. ഇതിനെതിരെ ജൂൺ 5 വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ആരംഭിച്ചത്. അത് പിന്നീട് വളരെ ശക്തമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ജൂലൈ 21 ബംഗ്ലാദേശ് സുപ്രീം കോടതി ഈ 30% സംവരണം എന്നുള്ളത് റദ്ദ് ചെയ്യുകയും അത് 5% എന്ന രീതിയിലേക്ക് കുറയ്ക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം അടങ്ങിയില്ല. അത് വീണ്ടും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത്. അത് പുതിയൊരു തലത്തിലേക്ക് ഉയരുകയും ഡിക്റ്റാറ്റർ മസ്റ്റ് ഗോ, ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന രീതിയിലേക്ക് അത് എത്തുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച വിദ്യാർത്ഥി പ്രക്ഷോഭം അതിൻ്റെ തീവ്ര രൂപത്തിലേക്ക് എത്തുകയും അതിനെതിരെ വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് പ്രതികരിക്കുകയും ചെയ്തു. പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് നടത്തിയ അടിച്ചമർത്തലിൽ ഏകദേശം 500ഓളം വിദ്യാർത്ഥി പ്രക്ഷോഭകരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ വിദ്യാർത്ഥി പ്രക്ഷോഭം, എന്നാൽ ഈ അടിച്ചമർത്തലുകളൊന്നും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ തളർത്തിയില്ല. അവർ വീണ്ടും കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ഉണ്ടായത്. സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന ഒരു ഫോറത്തിന് കീഴിൽ യോജിച്ച ഈ വിദ്യാർത്ഥികൾ ആഗസ്റ്റ് 4 ഗണഭവനിലേക്ക്, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വമ്പൻ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഷെയ്ഖ് ഹസീന പിന്നീട് പട്ടാളവുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി പദവിയിൽ നിന്നും രാജിവെക്കുകയും അന്ന് തന്നെ ഇന്ത്യയിലേക്ക് ഒരു ഹെലികോപ്റ്ററിൽ പലായനം ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഉള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2006 നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് യൂനുസ് ഇടക്കാല മന്ത്രിസഭയുടെ തലവനായിട്ട് വരണമെന്നാണ് വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചത്. അതനുസരിച്ച് അദ്ദേഹം ഓഗസ്റ്റ് 9 ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ, ഒരു പ്രധാനമന്ത്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ചീഫ് അഡ്വൈസർ എന്നുള്ള നിലയിൽ താൽക്കാലിക സർക്കാരിൻ്റെ തലവനായിട്ട് സ്ഥാനമേറ്റെടുത്തു. മൊത്തം അദ്ദേഹമടക്കം 17 അംഗങ്ങൾ ഈ താൽക്കാലിക ഗവൺമെൻറ്റിലുണ്ട്. ബംഗ്ലാദേശിൻ്റെ വിവിധ തുറകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇതിൽ അംഗങ്ങളാണ്. ഇതിൽ 2 വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ 2 പ്രതിനിധികളും ഇതിലുണ്ട്. 26 വയസ്സുകാരനായിട്ടുള്ള നഹീദുൽ ഇസ്ലാമും അഹമ്മദ് സയ്യിദും അടക്കം 2 വിദ്യാർത്ഥി പ്രതിനിധികളും ഈ മന്ത്രിസഭയിൽ അംഗമായി. ഇപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമായിരുന്നു. അതുപോലെ തന്നെ വനിതാ അവകാശ പ്രവർത്തകരും ന്യൂനപക്ഷങ്ങളും എല്ലാം ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ ഇപ്പോഴും സംഘർഷങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തിരിയൊക്കെ അയവ് വന്നെങ്കിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ബംഗ്ലാദേശിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ബംഗ്ലാദേശ് പുതിയൊരു യുഗത്തിലേക്ക്, സമാധാനത്തിൻ്റെ പാതയിലേക്ക് മാറണമെന്നും ഇടക്കാല മന്ത്രിസഭയുടെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനുസ് പറയുകയുണ്ടായി. നമ്മൾ ഇതിനേക്ക് വിലയിരുത്തുമ്പോൾ, ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭം കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് വന്നിട്ടുള്ള വമ്പൻ പരാജയം നമുക്കറിയാം. വിദ്യാർത്ഥികളുമായിട്ട് തുടക്കത്തിൽ ചർച്ച നടത്തുന്നതിന് പകരം അവരെ റസാക്കാർസ് എന്നൊക്കെ വിളിച്ച് വളരെ അപമാനിക്കുന്ന രീതിയിലാണ് ഷെയ്ഖ് ഹസീന പെരുമാറിയത്. അതൊക്കെയാണ് വിദ്യാർത്ഥികളെ പിന്നീട് പ്രകോപിപ്പിക്കുകയും കൂടുതൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തത്. 1975 പിതാവായിട്ടുള്ള മുജിബുർ റഹ്മാനും കുടുംബത്തിലെ മറ്റെല്ലാവരും കൊല ചെയ്യപ്പെട്ടപ്പോഴും രക്ഷപ്പെട്ടത് ഷെയ്ഖ് ഹസീനയും സഹോദരിയുമാണ്. അവർ ആ സമയത്ത് വിദേശത്തായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നീട് വളരെ നാളുകളോളം ബംഗ്ലാദേശിൽ പട്ടാളത്തിൻ്റെ ഭരണമായിരുന്നു. 83 മുതൽ ജനറൽ മുഹമ്മദ് ഇർഷാദിൻ്റെ ഭരണം. അതിനെതിരെ ഷെയ്ഖ് ഹസീനയും പിന്നീട് അവരുടെ രാഷ്ട്രീയ എതിരാളിയായിട്ട് മാറിയ ഖാലിസിയെയും കൂടി നടത്തിയ പോരാട്ടമാണ് 1991 ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിലേക്ക് നടത്തിയത്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ ഖാലിസിയാണ് വിജയിക്കുന്നതെങ്കിലും 96 ഇലക്ഷനിൽ ഷെയ്ഖ് ഹസീന ആദ്യമായിട്ട് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറി. പിന്നീട്
2009 വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടവർ 2024 വരെ ഏകദേശം 15 വർഷത്തോളം തുടർച്ചയായിട്ടുള്ള ആണ് ബംഗ്ലാദേശ് ഭരിച്ചത്. അവരുടെ കാലഘട്ടത്താണ് ബംഗ്ലാദേശ് ഒരു ടെക്സ്റ്റൈൽ ഹബ്ബായിട്ട് മാറുകയും സാമ്പത്തിക മേഖലയിൽ വലിയ വികാസം ബംഗ്ലാദേശ് പ്രാപിക്കുകയും ചെയ്തു. അതുവരെ ഒരു പിച്ചച്ചട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ച രാജ്യം മാനവ വിഭവ ശേഷിയിലടക്കം ഇന്ത്യയെ അടക്കം മറികടന്നുകൊണ്ട് സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ എക്കോണമിയായിട്ട് മാറുകയുണ്ടായി. അപ്പം ഇന്ത്യ കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യയിലെ രണ്ടാമത്തെ എക്കോണമിയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അനിതര സാധാരണമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾക്കാണ് ഷെയ്ഖ് ഹസീനയുടെ ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ അവർ പ്രതിപക്ഷത്തെ ശക്തമായിട്ട് അടിച്ചമർത്തുന്ന നയവുമുണ്ടായിരുന്നു. അവർ 2009 ശേഷം സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അവസാനം ഈ ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പും എല്ലാം ഒരു പ്രഹസനം എന്നുള്ള രീതിയിലാണ് അതൊക്കെ നടത്തപ്പെട്ടത്. പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലാണ്. ഗാലിസി അടക്കം ജയിലിൽ അടച്ചുകൊണ്ടാണ് അവർ ഈ രാഷ്ട്രീയ ആധിപത്യം കരസ്ഥമാക്കിയത്. അപ്പോൾ അവരുടെ ഈ ഒരു ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ നടന്നിട്ടുള്ളൊരു വിപ്ലവം എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമാണ് ഇനി വരുന്ന സമയങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു പുതിയ പാതയിലേക്ക് ബംഗ്ലാദേശ് പോകുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ആ ഒരു പാതയിലേക്ക് ബംഗ്ലാദേശിനെ നയിക്കാനുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് മുഹമ്മദ് യൂനൂസും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുമൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണിതെന്ന് നമുക്ക് പറയാം. ഷെയ്ഖ് ഹസീന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത സുഹൃത്തായിരുന്നു. 2001-2006 കാലത്ത് ഗാലിസിയയുടെ നേതൃത്വത്തിലുള്ള BNP ഭരണത്തിലിരുന്ന കാലഘട്ടത്ത് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു നിലപാടാണ് BNP പലപ്പോഴും സ്വീകരിച്ചത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ബംഗ്ലാദേശിൽ അഭയം നൽകിയതൊക്കെ ഗാലിസിയാണ്. എന്നാൽ പിന്നീട് ഷെയ്ഖ് ഹസീന ഈ ഗ്രൂപ്പുകളെല്ലാം ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്ന് തുരത്തുകയും ഇന്ത്യയുമായിട്ട് വളരെ സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. 2015 ഇന്ത്യയും ബംഗ്ലാദേശും ഒരു ലാൻഡ് എഗ്രിമെൻ്റ് വരെ രൂപവത്കരിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രതിരോധ തലത്തിലും വ്യാപാര തലത്തിലുമെല്ലാം വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ് ബംഗ്ലാദേശുമായിട്ട് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായത്. പക്ഷേ ഇനി വരുന്ന സമയം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീന നിലവിലിപ്പോൾ ഇന്ത്യയിലുണ്ട്. അവർ UK പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ നടക്കുന്നില്ല. അപ്പം ബംഗ്ലാദേശിലെ പ്രക്ഷോഭകാരികൾ ഇതിനെതിരെ ഇന്ത്യയുടെ ഒരു അമർഷമുണ്ട് അവർക്ക്. അവരാട്ടി ഓടിച്ചൊരു നേതാവിന് ഇന്ത്യ അഭയം കൊടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ തുടരാൻ നേരത്തെ ഇന്ത്യ സഹായിച്ചുവെന്ന ആരോപണവും പ്രക്ഷോഭകാരികൾക്കുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ ഇനി വരുന്നൊരു ഈ താൽക്കാലിക ഗവൺമെൻറ്റിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ BNPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അധികാരത്തിലെത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഇന്ത്യയോട് എടുക്കുന്ന നിലപാടുകൾ എന്നൊക്കെയുള്ളത് വളരെ നിർണായകമാണ്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിക്ഷേപങ്ങൾ ബംഗ്ലാദേശിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അമേരിക്കൻ ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള കമലാ ഹാരിസ് അവരുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് മിനിയോസോട്ട ഗവർണറായിട്ടുള്ള ടിം വാൾസിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് ആയിരുന്നു ഇത്. ടിം വാൾസ് അദ്ദേഹത്തിന് സ്വിംഗ് സ്റ്റേറ്റുകളിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളൊരു കണക്കൂടിലാണ് ഹാരിസ് ടിം വാൾസിനെ എടുത്തത്. മിനിയോസോട്ട നമുക്കറിയാം റിപ്പബ്ലിക്കന്മാർക്ക് നല്ല സ്വാധീനമുള്ളൊരു സ്റ്റേറ്റാണ്. അവിടെ 2 വട്ടത്തോളമായിട്ട് അദ്ദേഹം ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഈ ന്യൂട്രൽ വോട്ടുകൾ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പം കമലാ ഹാരിസ് വിശ്വസിക്കുന്നത് ടിം വാൾസിന് ഈ ന്യൂട്രൽ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. അപ്പം ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പല സർവേ റിപ്പോർട്ടുകളിലും കമലാ ഹാരിസാണ് ട്രംപിനേക്കാൾ വളരെ ചെറിയൊരു മേധാവിത്വം കമലാ ഹാരിസിന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ അവർ ഒരു ഡിബേറ്റിന് ABC നെറ്റ്വർക്കിൽ കമലാ ഹാരിസും ട്രംപും ഒരു ഡിബേറ്റിന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ഇത്തരം രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായിട്ട് സ്വാധീനിക്കുകയും വിധിയെ നിർണ്ണയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടിം വാൾസ് അദ്ദേഹം അധ്യാപകനായിരുന്നു. പിന്നീട് അമേരിക്കൻ സൈന്യത്തിൽ മറൈൻസിൽ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ പ്രോഗ്രസീവായിട്ടുള്ള നിലപാടുകൾ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം അടക്കമുള്ള ഒരുപാട് സംഗതികൾ, അതുപോലെ തന്നെ അബോർഷൻ അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്തൊരു പ്രോ ചോയ്സ് നിലപാടുള്ള ഒരു ആളാണ്. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ അമേരിക്കൻ ഇലക്ഷനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മയിൽ ഹനിയയുടെ മരണം അവർക്ക് കനത്ത ആഘാതമായിരുന്നു. ടെഹ്റാനിൽ നടത്തിയൊരു ആക്രമണത്തിൽ ഇസ്രയേൽ ഇസ്മയിൽ ഹനിയെ വധിക്കുകയുണ്ടായി. ഇപ്പോൾ ഹമാസിൻ്റെ പുതിയ നേതാവായിട്ട് അവരുടെ ഗാസ വിഭാഗം തലവനായിട്ടുള്ള യഹ്യ സിൻവറിനെ ഹമാസ് തിരഞ്ഞെടുത്തുവെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ഇസ്മയിൽ ഹനിയെ താരതമ്യേന ഒരു മിതവാദിയാണ്, പക്ഷേ എന്നാൽ യഹ്യ സിൻവർ വളരെ കടുത്ത നിലപാടുകളുള്ള ആളാണ്. ഇനിയിപ്പോൾ ഇതുവരെ ഈ സമാധാന ചർച്ചകളുടെ എല്ലാം മുഖമെന്ന് പറയുന്നത് ഇസ്മായിൽ ഹനിയായിരുന്നു. ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് യഹ്യ സിൻവർ വരും. അപ്പോൾ യഹ്യ സിൻവർ ഒരു ഈ പറയുന്നത് പോലെ കടുത്ത നിലപാടുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേലുമായിട്ടൊരു അനുരഞ്ജനത്തിന് എന്തുമാത്രം തയ്യാറാകുമെന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 23 വർഷത്തോളം ഇസ്രയേലിൻ്റെ ജയിലിൽ കഴിഞ്ഞ ആളാണ്. 2011 മോചിതനാകുന്നത്. ഖസാം ബ്രിഗേഡ്സ് എന്ന ഹമാസിൻ്റെ സൈനിക വിഭാഗത്തെ വാർത്തെടുക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് യഹ്യ സിൻവറിനുള്ളത്. യഹ്യ സിൻവറിനെ എന്ത് വില കൊടുത്തും കൊല്ലുമെന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട്. ഇസ്രയേലിൻ്റെ ഒരു പ്രൈം ടാർഗറ്റാണ് അദ്ദേഹം എന്ന് പറയാം. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷത്തിൻ്റെ ഭീതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ പ്രതികാരം കഴിഞ്ഞ ആഴ്ച ഉണ്ടാകുമെന്നൊക്കെ ഒരു സംഘർഷത്തിലേക്ക് ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും ഇപ്പോഴും ഒരു തരത്തിലുള്ള ഭീതി നിറഞ്ഞ ശാന്തതയാണ് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത് ഇറാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഹിസ്ബുള്ള എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം യഹ്യ സിൻവറിൻ്റെ വരവും ഇറാൻ്റെ ഇത്തരത്തിലുള്ള ആസൂത്രണവും അതുപോലെ തന്നെ ഇസ്രയേൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഗാസയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ ഒരു സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ 100 പേരോളമാണ് കൊല്ലപ്പെട്ടത്. ഖാൻ യൂനിസിൽ അവർ വീണ്ടും ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഇത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വഖഫ് അമെൻഡ്മെൻറ്റ് ബില്ല്. വഖഫ് നിയമത്തിൽ വളരെ സമഗ്രമായിട്ടുള്ളൊരു പൊളിച്ചെടുത്ത് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. 1995 വഖഫ് ബില്ലിൽ മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അമെൻമെൻറ്റ് ബില്ലായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ പക്ഷേ ഇത് പാർലമെൻറ്റിൽ ശക്തമായിട്ടുള്ള എതിർപ്പിന് വിധേയമാവുകയും ഇപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അത് വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് വഖഫ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളിൽ, തർക്കങ്ങളിൽ ഇതുവരെ വഖഫ് ബോർഡായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളും നിയമിക്കുന്ന വഖഫ് ബോർഡ്, അതിൽ പ്രത്യേകിച്ച് സബ് ജുഡീഷ്യൽ കോടതിയിൽ നിന്നുള്ള ഒരു ജുഡീഷ്യൽ പ്രതിനിധിയായിരിക്കും മിക്കപ്പോഴും ഇത്തരം വ്യവഹാരങ്ങളിൽ വഖഫ് ബോർഡിൻ്റെ തലവനായിട്ട് അല്ലെങ്കിൽ ഈ വ്യവഹാരങ്ങൾക്ക് തീരുമാനമെടുക്കുക. എന്നാൽ ഈ വഖഫ് ബോർഡിൻ്റെ ഈ അവകാശം ഇപ്പോൾ ജില്ലാ കളക്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വഖഫ് ബോർഡിനേക്കാളും ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം തർക്കപരിഹാര കാര്യങ്ങൾ ഇനി ജില്ലാ കളക്ടറായിരിക്കും അതിൽ തീരുമാനമെടുക്കുക. എന്ന് വെച്ചാൽ സർക്കാർ തന്നെയായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ വഖഫ് ബൈ യൂസ് എന്നുള്ളൊരു ഇതുവരെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂമി അത് സർക്കാർ ഭൂമിയാണെങ്കിൽ പോലും കാലങ്ങളായിട്ട് വഖഫ് ഭൂമിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഫ് ഭൂമിയായിട്ട് തന്നെ കണക്കാക്കും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ വഖഫ് ബൈ യൂസ് എന്നുള്ളതിൻ്റെ ഒരു ഭാഷ്യം. എന്നാൽ അത് ഈ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സർക്കാർ ഭൂമി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വഖഫ് ഭൂമിയായിട്ട് കണക്കാക്കില്ല, അത് പിന്നീട് ഒരു വ്യവഹാരത്തിലേക്ക് പോകുമെന്നുള്ള തലത്തിലാണ് ഈ ബില്ലിൽ നിഷ്കർഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ അംഗത്വം കൊടുക്കുക, അതുപോലെ തന്നെ ഇതര മതസ്ഥർക്ക് വഖഫ് ബോർഡിൽ അംഗത്വം കൊടുക്കുക, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ബില്ലിലുണ്ട്. അപ്പോൾ നിലവിൽ ഇത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തീരുമാനം, ഈ ബില്ലിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്കറിയില്ല. പ്രതിപക്ഷത്തു നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് ഈ ബില്ലിനെതിരെ ഉയർന്നത്. അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചൊരു ആഴ്ചയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. നമുക്കറിയാം വെസ്റ്റ് ബംഗാളിൻ്റെ 2000 മുതൽ 2011 വരെ വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുമാണ് സമുന്നതനായിട്ടുള്ള CPM നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ കഴിഞ്ഞ ആഴ്ച നിര്യാതനായി. ബംഗാളിൽ CPMൻ്റെ ഏറ്റവും വലിയ വിജയത്തിനും ഏറ്റവും വലിയ പതനത്തിനും സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ്. 2006 ഇലക്ഷനിൽ ഏകദേശം 235ഓളം സീറ്റ് നേടിക്കൊണ്ട് CPM അതിൻ്റെ ഏറ്റവും വലിയ വിജയം നേടിയപ്പോൾ 2011 ഇലക്ഷനിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം CPMനെ തൂത്തെറിഞ്ഞതും ബുദ്ധദേവ് ഭട്ടാചാര്യ കാഴ്ചക്കാരനായിട്ട് നിന്ന് കണ്ടു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു റിഫോമിസ്റ്റ് ആയിരുന്നു.
ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദെൻ സിയാവോപങ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുന്നത്. അപ്പം സിയാവോപങ് ചെയ്തതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ ഒരു പരിഷ്കരണം നടത്തി ഞാനൊരു മുതലാളിത്തം പരീക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ എന്ന് വരെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ബംഗാളിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക, ശക്തമായിട്ട് വ്യവസായവത്കരിക്കുക എന്നൊരു നയമായിരുന്നു അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിന്ദൂറിലും നന്ദിഗ്രാമിലും എല്ലാം അദ്ദേഹം വ്യവസായശാലകൾ, നന്ദിഗ്രാമിൽ സ്പെഷ്യൽ എക്കണോമിക് സോണും സിംഗൂരിൽ ടാറ്റയുടെ ഫാക്ടറിക്കും എല്ലാം അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് പിന്നീട് ശക്തമായിട്ടുള്ള എതിർപ്പിന് കാരണമാവുകയും ഈ ജനകീയ പ്രതിരോധത്തിൽ CPM-ൻ്റെ അടിത്തറകൾ തകരുകയുമാണ് ഉണ്ടായത്. രാഷ്ട്രീയ നേതാവ് എന്നതുപോലെ തന്നെ ഒരു സാഹിത്യപ്രേമിയും കലാപ്രേമിയും ഒക്കെയാണ് അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കോസിൻ്റെ വർക്കുകളടക്കം ബംഗാളിയിലേക്ക് അദ്ദേഹം പരിഭാഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ ഉയർച്ചകൾക്കും വലിയ പതനങ്ങൾക്കും സാക്ഷ്യം കണ്ട ഒരു രാഷ്ട്രീയ നേതാവ്. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ച, അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിത്വം. അദ്ദേഹം കാലയവനികയുടെ മറയുകയാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി അത് ബംഗാളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും എല്ലാം പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മരണം, നട്വർ സിംഗിൻ്റെ മരണം, K. നട്വർ സിംഗിൻ്റെ, നമ്മുടെ മുൻ വിദേശകാര്യമന്ത്രിയും വളരെ സമുന്നതനായിട്ടുള്ള നയതന്ത്രജ്ഞനുമായിരുന്നു K. നട്വർ സിംഗ്. അദ്ദേഹം 1953 തന്നെ തൻ്റെ 22ാമത്തെ വയസ്സിൽ നയതന്ത്ര മന്ത്രാലയത്തിൽ ജോയിൻ ചെയ്തു. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം അംബാസഡറായിട്ട് പോയി. നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെയൊക്കെ തലപ്പത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ആളൊക്കെ ആയിട്ട് അദ്ദേഹം മാറി. രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തുടർന്ന് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ സഹമന്ത്രിയായിട്ടുള്ള അദ്ദേഹം പിന്നീട് 2004 മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിട്ട് മാറി. എന്നാൽ ഓയിൽ ഫുഡ്സ് സ്കാം, എണ്ണയ്ക്ക് പകരം ഭക്ഷണം പദ്ധതി, ഇറാഖുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ആ ഒരു ഇടപാടിൽ ഇദ്ദേഹം അഴിമതി നടത്തിയെന്നുള്ള ആരോപണം ഉയരുകയും അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 2005 അദ്ദേഹം രാജിവെക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BSP-യിലൊക്കെ ചേർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പിന്നീട് എങ്ങോട്ടും എത്തിയില്ല. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം, പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക് മേഖലയിൽ. നെഹ്റുവിനെ സംബന്ധിച്ച് ഗംഭീരമായിട്ടുള്ളൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള പുസ്തകമുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയും വളരെ പ്രസിദ്ധമാണ്. 2014 പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും പര്യവസാനമാവുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര മേഖലയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള നയതന്ത്ര മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുകയും പിന്നീട് അതിൻ്റെ മന്ത്രിയായിട്ട് മാറുകയുമൊക്കെ ചെയ്ത ഇപ്പോൾ ജയശങ്കറുമൊക്കെ ആ ഒരു പാതയിലാണ്. അദ്ദേഹവും നയതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ നിന്നും വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് നട്വർ സിംഗിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു ജീവിതത്തിനും കൂടിയാണ് നട്വർ സിംഗിൻ്റെ മരണത്തോടുകൂടി അന്ത്യമാവുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒളിമ്പിക്സിലേക്ക് വരികയാണെങ്കിൽ, ഒളിമ്പിക്സിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും ഒരു ആഴ്ചയാണ് കടന്നുപോയത്. ഇന്ത്യക്ക് നേട്ടങ്ങളുണ്ടായി. നീരജ് ചോപ്ര ഇന്ത്യയുടെ സുവർണ താരകം. അദ്ദേഹം ജാവലിൻ ത്രോയിൽ ഇത്തവണ അദ്ദേഹത്തിൻ്റെ സ്വർണം ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 2ാം സ്ഥാനം, വെള്ളി മെഡൽ കരസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ അത്ലറ്റിക്സിൽ ഒരു ഇതിഹാസമായിട്ട് മാറി. സ്വർണം പാകിസ്ഥാൻ താരമായിട്ടുള്ള അഷ്റഫ് നദീം അദ്ദേഹം ഒളിമ്പിക് റെക്കോർഡ് ത്രോയോടുകൂടി സ്വന്തമാക്കിയപ്പോൾ നീരജ് അതുല്യമായിട്ടുള്ള വെള്ളി കരസ്ഥമാക്കി. ഇതോടുകൂടി നീരജ് ഒരു ഇതിഹാസ തലത്തിലേക്ക് ഉയർന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി, ഡയമണ്ട് ലീഗിൽ ജേതാവായി. ഇപ്പോൾ 2ാമത്തെ തവണയും ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോക്കി ടീം തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ കരസ്ഥമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു പോരാട്ടം നിർവഹിച്ചു. ഇന്ത്യയുടെ ഹോക്കി ടീമിനെ സംബന്ധിച്ച് ഉജ്ജ്വലമായ യാത്രയായിരുന്നു കഴിഞ്ഞയാഴ്ച. ഗ്രേറ്റ് ബ്രിട്ടനെതിരെ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 10 പേരായിട്ട് അംഗസംഖ്യ കുറഞ്ഞിട്ട് വീരോചിതമായിട്ട് ചേർത്ത് നിന്ന് ഇന്ത്യൻ ഹോക്കിയിൽ തന്നെ അതുല്യമായിട്ടുള്ള പോരാട്ടത്തിനാണ് ഇന്ത്യൻ ഹോക്കി ടീം കാഴ്ചവെച്ചത്. അതിൽ PR ശ്രീജേഷ് എന്ന മലയാളികളുടെ അഭിമാനം, അദ്ദേഹം ഒരു ഉരുക്ക് കോട്ടയായിട്ട് അവിടെ നിന്നു ഗ്രേറ്റ് ബ്രിട്ടനെതിരെ. പിന്നീട് സെമി ഫൈനലിൽ നമുക്ക് ജർമ്മനിയോട് വിരോചിതമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. 3-2 ഉജ്ജ്വലമായിട്ട് തന്നെ ഇന്ത്യ പോരാടി. പിന്നെ സ്പെയിനെതിരെ നടന്ന സെമി ഫൈനലിലും ശ്രീജേഷിന് ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രകടനം നമ്മൾ കണ്ടു. 9 ഗോളോടുകൂടി ഹർമൻപ്രീത് സിംഗ് ഒളിമ്പിക്സ് ഹോക്കിയിലെ ടോപ്പ് സ്കോററായിട്ട് മാറി.
PR ശ്രീജേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു സ്പെയിനെതിരെയുള്ള ബ്രോൺസ് മെഡൽ മാച്ച്. ഐതിഹാസികമായിട്ടുള്ളൊരു ഹോക്കി ജീവിതത്തിനാണ് ഇവിടെ അന്ത്യമാവുന്നത്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഹോക്കിക്ക് വലിയ വേരുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് വന്ന് ഇന്ത്യൻ ഹോക്കിയുടെ അമരത്തേക്ക് എത്തുകയാണ് PR ശ്രീജേഷ് ചെയ്തത്. അദ്ദേഹത്തിന് ഉജ്ജ്വലമായിട്ടുള്ളൊരു യാത്രയപ്പായിരുന്നു ഈ ഒരു ഹോക്കി മേഖല. അതുപോലെ തന്നെ ഇത് ഇന്ത്യൻ ഹോക്കിയുടെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ തുടക്കം കൂടിയാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ മെഡൽ അമൻ സഹ്റാവത്തിൻ്റേതാണ്. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അമൻ സഹ്റാവത്ത് വെങ്കല മെഡൽ സ്വന്തമാക്കി. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള അമൻ സഹ്റാവത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ 8ാമത്തെ വയസ്സിൽ തന്നെ പിതാവിനെയും മാതാവിനെയും നഷ്ടപ്പെട്ട് ഗുസ്തി അഖാഡയിലെത്തി. പിന്നീട് ഗുസ്തിയെ തൻ്റെ ജീവനും പ്രാണനും ഒക്കെയായിട്ട് കൊണ്ടു നടന്ന അമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഏടായിരുന്നു ഈ ഒളിമ്പിക്സ്. അതുല്യമായിട്ടുള്ള പോരാട്ടം അദ്ദേഹം കാഴ്ചവെച്ചു. സെമി ഫൈനലിൽ ഇതിഹാസമായ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബൗട്ടുകളും അദ്ദേഹം അത്യുജ്വലമായിട്ട് തന്നെ ജയിച്ചു. അദ്ദേഹത്തിന് ഇനിയും ഗുസ്തിയിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്ത്യയുടെ മീരാബായ് ചാനു ഒരു ഉജ്ജ്വലമായിട്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ പോരാടിയെങ്കിലും 4ാം സ്ഥാനത്ത് എത്തി. മീരാബായ് ചാനു കഴിഞ്ഞ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയതാണ്. ഈ തവണയും അവർ പോഡിയത്തിനടുത്തെത്തി എന്നുള്ളത് അവരുടെ മികവിൻ്റെ ഒരു സൂചകമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരുപക്ഷെ ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വിനേഷ് ഫോഗട്ടിന് സംഭവിച്ചത്. വിനേഷ് ഫോഗട്ടിൻ്റെ ആ ഒരു യാത്ര എന്നുള്ളത് അവരുടെ ആദ്യത്തെ റൗണ്ടിൽ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ജപ്പാനീസ് താരം അവർ പരാജയം അറിഞ്ഞിട്ടില്ല. 105 മത്സരങ്ങൾ അന്താരാഷ്ട്ര മത്സരങ്ങളോളം പരാജയം അറിയാത്ത ജപ്പാനീസ് താരത്തെ അവസാന സെക്കൻഡിൽ മിന്നൽ കുതിപ്പിലൂടെയാണ് വിനേഷ് പരാജയപ്പെടുത്തിയത്. പിന്നീട് യുക്രൈൻ താരത്തെയും ക്യൂബൻ താരത്തെയും യഥാക്രമം ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു ദിവസം നമ്മൾ കണ്ടത് വിനേഷ് എന്ന പോരാളിയുടെ അതുല്യമായിട്ടുള്ളൊരു കരുത്താണ്. നമുക്കറിയാം അവർ ജീവിതത്തിലും ഒരു പോരാളിയാണ്. 2023 ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ അയാളുടെ അയാൾ ഗുസ്തി താരങ്ങളോട് കാണിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ റോഡിൽ നിന്ന് പോരാടിയതാണ് സാക്ഷി മാലിക്കിനും ബജ്രംഗ് പൂനിയയ്ക്കും ഒപ്പം. അപ്പോൾ ജീവിതത്തിൽ ആ ഒരു പോരാട്ട വീര്യം അവർ ഗുസ്തി മാറ്റിലേക്കും കൂടെ കൊണ്ടുപോവുകയാണ്. അവർ മുമ്പ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2016 റിയോ ഒളിമ്പിക്സിലൊക്കെ പരിക്ക് കാരണമാണ് അവർക്ക് മെഡലിനടുത്തെത്തിയിട്ട് അത് നഷ്ടമായത്. അപ്പോൾ ഇത്തവണ അവരങ്ങനെ ഉജ്ജ്വലമായിട്ട് ഫൈനലിൽ എത്തിയെങ്കിലും ഫൈനലിൻ്റെ രാവിലെ നടത്തിയ വെയിനിൽ അവർക്ക് 100 ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തുകയും അതോടുകൂടി അവരെ മത്സരത്തിൽ നിന്നും അയോഗ്യയാക്കുകയുമാണ് ഉണ്ടായത്. അത്യന്തം വേദനാജനകമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിപ്പോൾ പിന്നീട് ഒരു അപ്പീലുമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പോയിട്ടുണ്ട്. അതിൻ്റെ വിധി ഞായറാഴ്ച വൈകിട്ടോടുകൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഒരു സംയുക്തമായിട്ടുള്ളൊരു വെള്ളി മെഡലിന് വേണ്ടിയിട്ടാണ് വിനേഷ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അത് തീർത്തും വിനേഷ് അർഹിക്കുന്നതാണെന്ന കാര്യത്തിലൊരു സംശയമില്ല. വിനേഷിനത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഇനങ്ങൾ ഏകദേശം പൂർത്തിയായി. ഇതുവരെ 6 മെഡലുകളാണ് ഇന്ത്യക്കുള്ളത്. 1 വെള്ളിയും 5 വെങ്കലവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ 6 ഇനങ്ങളിലോളം ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി എന്നുള്ളത്. അപ്പോൾ അതൊരല്പം ഭാഗ്യം കൂടെ തവണത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ 10 മെഡലിൽ കൂടുതൽ ഇന്ത്യ ഇത്തവണ കരസ്ഥമാക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇന്ത്യൻ അത്ലറ്റുകൾ ഈ ഒളിമ്പിക്സ് കാഴ്ചവെച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഒളിമ്പിക്സിലെ മറ്റു പ്രകടനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുല്യമായിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾക്ക് ഒളിമ്പിക്സ് സാക്ഷ്യം വഹിച്ചു. പുരുഷന്മാരുടെ 100 മീറ്ററിൽ ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായിട്ടുള്ളൊരു ഫിനിഷിങ്ങിലൂടെ എല്ലാവരും ഒരേപോലെ ഫിനിഷ് ചെയ്തപ്പോൾ വളരെ ഇഞ്ചുകളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡിൻ്റെ 1000 അംശത്തിലാണ് അമേരിക്കയുടെ നോഹ ലൈൽസ് ജമൈക്കയുടെ കിഷൻ തോംസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 100 മീറ്റർ ജേതാവായിട്ട് മാറും. അതുല്യമായിട്ടുള്ളൊരു 100 മീറ്റർ പോരാട്ടമായിരുന്നത്. അതുപോലെ തന്നെ സ്വീഡൻ്റെ അർമാൻ ഡുപ്ലാന്റിസ് അദ്ദേഹം പോൾ വാൾട്ടിൽ പുതിയ ഇതിഹാസം രചിച്ചുകൊണ്ട് 9ാം തവണയും സ്വന്തം വേൾഡ് റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ആകാശ വിഹായസിൽ ഒറ്റയ്ക്കൊരു പോരാളിയായിട്ട് മറ്റുള്ളവരെക്കാളും എല്ലാം എത്രയോ മുമ്പിലായിട്ട് ആ പുതിയ ഉയരങ്ങളിലേക്ക് അർമാൻ ഡുപ്ലാന്റിസ് എത്തിപ്പെട്ടത്.
അദ്ദേഹം ഏകദേശം മറ്റാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും അദ്ദേഹത്തെ തൊടാൻ പോലും പറ്റിയില്ല. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിലും അദ്ദേഹം സ്വർണം നേടിയിരുന്നു, ഇവിടെ പാരീസിലും അദ്ദേഹം സ്വർണം നേടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അമാനുഷിക പ്രകടനമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തെ. അതുപോലെ തന്നെ മറ്റൊരു അമാനുഷിക പ്രകടനം ഉണ്ടായത് വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ സിഡ്നി മക്ലുഹൻ, ലവറോൺ അവരും ലോക റെക്കോർഡോടുകൂടിയാണ് ലവറോണും സ്വർണ്ണ മെഡൽ നേടിയത്. 6ാമത്തെ തവണയാണ് അവർ സ്വന്തം ലോക റെക്കോർഡ് തിരുത്തി കുറിക്കുന്നത്. അവരും ഒരു പുതിയൊരു ഇതിഹാസം രചിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ക്യൂബയുടെ മിഹൈൽ ലോപ്പസ് 5ാമത്തെ തവണയും ഒളിമ്പിക്സിൽ 135 കിലോഗ്രാം ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ സ്വർണം നേടിക്കൊണ്ട് ഇതിഹാസം രചിച്ചു. 2008 ബെയ്ജിങ്ങിൽ തുടങ്ങിയ യാത്രയാണ്. പിന്നീട് ലണ്ടനിലും റിയോയിലും ടോക്കിയോയിലും പിന്നെ അവസാനം പാരീസിലും അദ്ദേഹം നേടി. മത്സരശേഷം അദ്ദേഹം തൻ്റെ ഷൂസ് ആ മാറ്റിൽ ഊരിവെക്കുകയുണ്ട്. തൻ്റെ റിട്ടയർമെൻറ്റ്, തൻ്റെ ഐതിഹാസികമായിട്ടുള്ള കരിയറിന് അദ്ദേഹം അവിടെ അന്ത്യം കുറിച്ചു. അപ്പോൾ സമാനതകളില്ലാത്തൊരു നേട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റേത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ തവണ ബ്രേക്ക് ഡാൻസ് ഒളിമ്പിക്സിലൊരു ഇനമായിട്ട് വന്നു. അതിൽ ജപ്പാൻ്റെ ബീഗകളായിട്ടുള്ള അമിത് അതിൽ ജേതാവായിട്ട് മാറി. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ബ്രേക്ക് ഡാൻസിൽ കാനഡയുടെ ഫിൽ വിസാർഡ് ജേതാവായിട്ട് മാറി. വളരെ രസകരമായിട്ടുള്ളൊരു ഒളിമ്പിക്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഉൾപ്പെടുത്തലാണ് ബ്രേക്ക് ഡാൻസ് ഒരു മത്സര ഇനമായിട്ട് വന്നു എന്നുള്ളത്. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം പകരുന്ന ഒരു ഉൾപ്പെടുത്തലായിരുന്നു അത്. ഒരു കലാരൂപത്തിനും ഒരു കായിക രൂപത്തിനും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്പോർട്സ് എന്നുള്ളൊരു സങ്കല്പത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഉൾപ്പെടുത്തൽ തന്നെയായിരുന്നു ബ്രേക്ക് ഡാൻസിൻ്റെ. ആ തരത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനമായിരുന്നു എല്ലാ ബി ഗേൾസും ബി ബോയ്സും കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇനി ഒളിമ്പിക്സ് അവസാനിക്കുകയാണ്. 11-ാം തീയതി ഇതിൻ്റെ അവസാനത്തെ ഇനങ്ങളും പൂർത്തിയാകും. ഇപ്പോൾ ചൈനയും അമേരിക്കയും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് മുന്നേറുന്നത് മെഡൽ കണക്കിൽ. ഇതിലാര് വേണമെങ്കിലും ജേതാവാകാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ 71-ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവസാനത്തെ പരേഡിൽ ഇന്ത്യയുടെ പതാകവാഹകരായിട്ട് 2 മെഡൽ നേടിയ മനു ഭാക്കറിനെയും അതുപോലെ തന്നെ ഐതിഹാസികമായി വെങ്കല മെഡൽ നേടിക്കൊണ്ട് തൻ്റെ അതുല്യമായിട്ടുള്ള കായിക ജീവിതത്തിനോട് വിട പറഞ്ഞ PR ശ്രീജേഷുമായിരിക്കും, മനു ഭാക്കറും PR ശ്രീജേഷുമായിരിക്കും ഇന്ത്യയുടെ പതാകവാഹകരായിട്ട് അവസാനമുണ്ടാവുക. വരുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ആഴ്ച കാണാം. നന്ദി.